അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ മുഹറം മാസത്തിൽ ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിസ്മി എഴുതുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും ഈ ഒരു വീഡിയോയിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ബിസ്മി എഴുതാറുള്ളത് എന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവും. മുഹറം മാസം എന്നത് ഇസ്ലാമിക് ന്യൂ ഇയർ ആണ്. നമ്മൾ മാസപ്പിറവി കണ്ട ഉടനെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. ഏതെങ്കിലും ഒരു വ്യക്തി മാസപ്പിറവി കണ്ട ഉടനെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം മുഴുവൻ അയാൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആരും ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഇനി നമുക്ക് ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ട് പറയാം. നമ്മൾ ബിസ്മി എഴുതേണ്ടത് മുഹറം 1 രാവിലോ പകലിലോ ആണ്. അതായത് മാസം കണ്ടു എന്നറിയുന്ന ആ ഒരു സമയം മുതൽ പിറ്റേ ദിവസം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അതുവരെയാണ് നമുക്ക് ബിസ്മി എഴുതാനുള്ള സമയം. അതിലേറ്റവും നല്ലത് സുബഹിക്ക് ശേഷം എഴുതുന്നതാണ്. സുബഹിൻ്റെയും ളുഹറിൻ്റെയും ഇടയിലുള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്പോഴൊന്നും എഴുതാൻ സമയമില്ലെങ്കിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി തീർക്കുക. അതേപോലെ നമ്മൾ കഴിഞ്ഞ വർഷം ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഓരോ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് മുഹറം 1 എഴുതുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് മഹാന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും മുഹറം 1 തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ബിസ്മി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളത് പറയാം. ആദ്യം തന്നെ നമ്മൾ വുളു ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് വരയില്ലാത്ത വെള്ള പേപ്പർ എടുക്കുക. വരയുള്ള പേപ്പറിൽ എഴുതാൻ പറ്റുമെന്നൊക്കെ ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. ശരിക്കും വരയില്ലാത്ത പേപ്പറാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കിബിലക്ക് മുന്നിട്ടിരുന്നിട്ട് നല്ല നിയത്തോടെ നമുക്ക് എന്ത് കാര്യങ്ങളാണോ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബിസ്മി എഴുതി തുടങ്ങുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ 113 പ്രാവശ്യമാണ് എഴുതേണ്ടത്. ബിസ്മിയിൽ 19 അക്ഷരങ്ങളുണ്ട്. അക്ഷരങ്ങൾ തെറ്റാതെ എഴുതണം. ഹർക്കത്തുകൾ ഒന്നും എഴുതരുത്. അക്ഷരങ്ങൾ കൂട്ടിമുട്ടാതെ ഒറ്റൊറ്റ അക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഞാനിതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് നമ്മൾ എഴുതുമ്പോൾ എണ്ണം തെറ്റിപ്പോവില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എണ്ണം എഴുതാൻ പറ്റുമെന്നുള്ളത്. ശരിക്കും അങ്ങനെ എഴുതരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 19 അക്ഷരങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1, 2, 3 അങ്ങനെ നമ്പർ എഴുതുമ്പോൾ അതിൽ കൂടെ വേറെയും ഒരു അക്ഷരം കൂടി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എഴുതരുത്. നമ്മൾ ഈ പേജിൽ വെറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് എണ്ണം തെറ്റിപ്പോകും എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ആദ്യം നമ്മൾ 10 പ്രാവശ്യം എഴുതുക. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും 10 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. പിന്നെ നമ്മൾ എഴുതുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് എണ്ണി നോക്കിയാൽ മതി. പിന്നെ ഞാൻ ചെയ്യാറുള്ളൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പേപ്പറിനെ 3 ഭാഗമായിട്ട് തിരിക്കും. എന്നിട്ട് ആദ്യത്തെ ഒരു ഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 38 പ്രാവശ്യം എഴുതും. ആ 38 പ്രാവശ്യം നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഡോട്ട് ഇടും. അതായത് 1, 2, 3 അങ്ങനെ ഇടുന്നതിൻ്റെ പകരം ഓരോ ഡോട്ട് ഇടും. എന്നിട്ട് നമ്മൾ ഓരോ വരിയിൽ ബിസ്മി എഴുതുമ്പോഴും ആ ഡോട്ടിൻ്റെ മുകളിലായിട്ട് ബാ എന്നുള്ളത് എഴുതും. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഞാൻ 38 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതും. രണ്ടാമത്തെ ഭാഗത്തും 38 എണ്ണം എഴുതും. മൂന്നാമത്തെ ഭാഗത്ത് 37 എണ്ണമാണ് എഴുതുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആവുള്ളൂ. പിന്നെ കുറച്ച് ആളുകൾക്കുള്ള ഡൗട്ട് അപ്പുറത്തെ സൈഡിലും എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പരമാവധി ചെറുതാക്കിയിട്ട് എഴുതാൻ നോക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളും. ഇത് ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ സാധാ ഒരു നോട്ട് ബുക്കിൻ്റെ പേജിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ 3 സെക്ഷനാക്കിയിട്ടാണ് എഴുതാറുള്ളത്. ഇതുപോലെ ചെറുതാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് 113 എണ്ണം ഈ ഒരു സൈഡിൽ തന്നെ എഴുതാൻ പറ്റും. പിന്നെ കുറച്ച് ആളുകൾക്കുള്ള ഡൗട്ടാണ് പീരീഡ്സ് ആയിരിക്കുമ്പോൾ എഴുതാൻ പറ്റുമെന്നുള്ളത്. പീരീഡ്സ് ആയിരിക്കുന്നവർക്കും പ്രസവിച്ച് കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു ദിക്റാണെന്ന് വിചാരിച്ചിട്ട് എഴുതാൻ പറ്റും.
അങ്ങനെ നമ്മളിത് 113 തവണ എഴുതിയതിൻ്റെ ശേഷം 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. എന്നിട്ട് നന്നായിട്ട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യങ്ങളെല്ലാം ചോദിക്കുക. എന്തായാലും ഖൈറായ കാര്യമാണെങ്കിൽ അള്ളാഹു നമുക്കത് എന്തായാലും നടത്തി തരും, ഉറപ്പാണത്. ഞാനിപ്പോൾ ഇത് 4 വർഷത്തോളമായി ഇങ്ങനെ ബിസ്മി എഴുതാൻ തുടങ്ങിയിട്ട്. ഈ ബിസ്മി എഴുതി വെക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം എൻ്റെ ലൈഫിൽ കുറേ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി കഴിഞ്ഞ വർഷം ഞാൻ ബിസ്മി എഴുതി വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഞാനിത് സത്യസന്ധമായിട്ട് പറയുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ബിസ്മി എഴുതുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്തിരുന്നു. അതിൽ നമുക്ക് അത്രയും ആഗ്രഹമുള്ള, എന്തായാലും നമുക്കത് നടക്കണം എന്ന് അത്രയും ആഗ്രഹിച്ചിട്ട് ഞാൻ ദുആ ചെയ്തിരുന്ന 3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലെനിക്ക് 2 കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നടത്തി തന്നു, അൽഹംദുലില്ലാ. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, പേഴ്സണൽ കാര്യമായതുകൊണ്ട്. പിന്നെ 3ാമത്തെ കാര്യം, അതെനിക്ക് അള്ളാഹു നടത്തി തന്നിട്ടില്ല. പക്ഷെ അതിലെനിക്ക് വിഷമമില്ല, കാരണം ആ ഒരു കാര്യം ഇപ്പോൾ എനിക്കത് ഖൈറല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു കാര്യം നടന്നു കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചിട്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. ഖൈറായ സമയത്ത് അള്ളാഹു എനിക്ക് എന്തായാലും അത് നടത്തി തരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്, വിശ്വാസമുണ്ട്, ഇൻഷാ അല്ലാ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് എനിക്ക് നടന്നതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തത്. നിങ്ങളിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം ബിസ്മി എഴുതി വെച്ചവരുണ്ടാവും. അതിൽ കുറേ ആളുകൾക്ക് അള്ളാഹു എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നിട്ടുണ്ടാവും, കുറേ ആളുകൾക്ക് ആഗ്രഹങ്ങൾ നടക്കാത്തതും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം എഴുതി വെച്ചിട്ട് ആ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഈ വർഷം എഴുതാതിരിക്കരുത്, നിങ്ങളെ പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹു നമ്മളെ ദുആയൊന്നും കേൾക്കാതിരിക്കുന്നില്ല. നമുക്ക് ഖൈറായ സമയം ഏതാണെന്നുള്ളത് അള്ളാഹുവിനാണ് മറ്റാരെക്കാളും കൂടുതൽ അറിയുക. ആ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് ആ ഒരു കാര്യം അള്ളാഹു നമുക്ക് നടത്തി തരും, ഉറപ്പാണത്. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ ബിസ്മി എഴുതി വെച്ചിട്ട് കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളത്. അൽഹംദുലില്ലാ, അതിന് എത്ര അള്ളാഹുവിനോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ തന്നെ ഞാൻ ഈ ബിസ്മി എഴുതിയിട്ട് എൻ്റെ ഒരു പേഴ്സിലാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്. അതിൽ ഞാൻ വെച്ചതിൻ്റെ ശേഷം ഒരിക്കലും എൻ്റെ പേഴ്സ് കാലിയായിട്ടില്ല. അതായത് എൻ്റെ പേഴ്സിൽ തീരെ ക്യാഷില്ലാതെ ഇരുന്നിട്ടില്ല. കുറേ ക്യാഷ് ഉണ്ട് എന്നല്ല പറയുന്നത്, അതിൽ ഒരു 10 രൂപ പോലും ഇല്ലാതെ ഇതുവരെയും ഇരുന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അള്ളാഹു അത് പരിഹരിച്ച് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ ഈ മുഹറം 1 ബിസ്മി എഴുതി വെക്കുക. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരും, ഉറപ്പാണ്. പിന്നെ നമ്മൾ ബിസ്മി എഴുതി വെച്ചാൽ മാത്രം പോരാ, 113 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബിസ്മി നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ആപത്തുകൾ ഒന്നും സംഭവിക്കില്ല. ബിസ്മി എല്ലാ ദിവസവും പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും അതുപോലെ ബർക്കത്തും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ലഭിക്കും. നമ്മൾ എഴുതി വെക്കുന്ന ബിസ്മി നമ്മൾ ബാഗിലോ പേഴ്സിലോ ആണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. ഒരു വീട്ടിൽ ഒരാൾ എഴുതിയാൽ മതിയാവും. എന്നിട്ട് ആ ഒരു വ്യക്തി വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇനി കഴിഞ്ഞ വർഷം നമ്മൾ ബിസ്മി എഴുതിയതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം നിങ്ങൾ എഴുതാതിരിക്കരുത്. ഈ വർഷം പുതിയത് തന്നെ നിങ്ങൾ എഴുതുക. കഴിഞ്ഞ വർഷം എഴുതിയത് വേറെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു കാര്യം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതിഫലമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.